ഹലോ, അപ്പോൾ ഞങ്ങളിന്ന് പളനി പോകുക കേട്ടോ. അനിയൻ്റെ കുട്ടിക്ക് ഒരു വഴിപാടുണ്ട് മുട്ടടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പളനി പോവാണ്. ചേച്ചിമാർ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ചേച്ചിയുടെ മോനാണ് വണ്ടി വിട്ട് വരുന്നത്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ അത് വന്നതിന് ശേഷം ഞങ്ങൾ വണ്ടി എടുത്ത് എല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മയും ചേച്ചിയും ഏട്ടൻ്റെ വൈഫ് എല്ലാവരും കൂടിയിട്ടാണ് പോയത്. ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോലെയായിരുന്നു. അപ്പോൾ അവിടെ എത്താനായി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർക്ക് വിശക്കുന്നുണ്ട്. പുലർച്ചെ കയറി ഇരുന്നതാണ് 3 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഉറപ്പൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്തെത്തിയിട്ട് ചായ കുടിക്കാനായിട്ട് ഇഡ്ഡലി സാമ്പാർ ചട്നിയൊക്കെ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് അത് കഴിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ പളനി പോയത്. അതിനിപ്പോൾ അവിടെ എത്തുമ്പോൾ വിശക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അടിപൊളി ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഇരുന്നിട്ട് ചേച്ചി തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അച്ഛന് പറഞ്ഞ പോലെ വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ ഒരു വയ്യ, അങ്ങനെ ലോങ് യാത്ര ഒന്നും ചെയ്തിട്ടില്ല, കുറേ ആയി ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛനൊരു സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഞങ്ങൾ പളനി എത്തി. അവിടെ എത്തിയിട്ട് ഞങ്ങൾ ബാത്റൂമിൽ പോയതാണ് രസം. ബാത്റൂമിൽ ഒരാൾക്ക് 20 രൂപ വെച്ചിട്ടാട്ടോ. അപ്പോൾ എല്ലാ സാധനത്തിനും പഴയ പോലെ ഒന്നല്ല, പളനിയിൽ നല്ല റേറ്റാണ്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാമെന്ന് വെച്ചിട്ട് പോകേണ്ട ആരും നല്ല റേറ്റ് ഉണ്ട്. ആദ്യത്തെ പോലെയല്ല, അവർക്ക് നമുക്ക് വില വെച്ചാലൊന്നും പറ്റില്ല. അപ്പോൾ പളനിയിൽ ഞങ്ങൾ ഉള്ളിലെത്തിയിട്ടാ. ആദ്യം തന്നെ ഉണ്ണിയുടെ മുടി മുട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. ആ വഴിപാട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഉള്ളിൽ കയറാൻ തൊഴാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ആൾ കറിയൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. മുട്ടടിച്ച് കളവൊക്കെ തേച്ച് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ചെരുപ്പൊക്കെ ഊരി ഞങ്ങളൊരു കവറിലാക്കിയിട്ടാണ് വെച്ചത്. എല്ലാം അതുപോലെ തന്നെ ഫോണൊന്നും ഉള്ളിലോട്ട് കയറ്റുന്നില്ല, ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ബാഗിലൊക്കെ വെക്കാം. പക്ഷേ അവരവിടെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാം. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം മുരുകനൊക്കെ കണ്ട് തൊഴുതിറങ്ങിയിട്ടാണ് ഞങ്ങൾ പിന്നെ കുറേ പുറത്തിറങ്ങിയിട്ടാണ് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തത്. പിന്നെ ഫുഡ് പുറത്തുനിന്നാണ് കഴിച്ചത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.